കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന നാളുകളിലാണ് ABCTAയുടെ ഈ ക്യാമ്പ് ഇവിടെ നടക്കുന്നത്. എന്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ, അത് പഠിക്കാൻ, അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ ഒന്നും തയ്യാറാകാത്തൊരു ഗവൺമെൻറ്റാണ്. ഇത് സാധാരണ പ്രതിപക്ഷം ഗവൺമെൻറ്റുകളെ വിമർശിക്കുന്നത് പോലെ അല്ല. ഞാൻ വളരെ വിസ്മയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. എത്ര ഇറസ്പോൺസിബിളായിട്ടാണ് ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നത്. നമ്മളെല്ലാം ആവർത്തിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹം പറയുന്നൊരു വാക്കാണ് ഇപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ. ഓവർ. ഞാൻ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ബൂത്തുകളെ കുറിച്ചുള്ള ഒരു പഠനം, ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടൊരു പഠനം നടത്തിയപ്പോൾ ഞാൻ ആദ്യം ഭയന്നു. കാരണം ഒരു ബൂത്തിൽ നിന്ന് 50-60 ആളുകൾ ഗൾഫിലേക്കല്ല പോയിരിക്കുന്നു, യൂറോപ്പിലേക്ക് പോയിരിക്കുന്നു, പഠിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. അപ്പൊ അതിന് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. എറണാകുളത്ത് ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ പുറത്തേക്ക് ആളുകളെ അയക്കുന്ന ഒരു സംഘടന നടത്തിയ പരിപാടിയിൽ 6000 പേര് 7000 പേര് പങ്കെടുത്തു. ഞാനിപ്പോ കേംബ്രിഡ്ജിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. തൊട്ടടുത്ത ദിവസം അവിടെ ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ പോയി. വേറൊരു ലെക്ചർ സീരീസ് അവിടെ നടക്കുന്നുണ്ട്. അവിടെ കേംബ്രിഡ്ജിൽ നാച്ചുറലായിട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ക്രോസ് സെക്ഷനാണ് പഠിക്കുന്നത്, ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു 70% ആളുകൾ മലയാളി സ്റ്റുഡൻസ് ആണ്. കാനഡയിൽ പോയപ്പോ എന്നോട് പരിചയപ്പെടുകയാണ്. ഓരോരുത്തർ വന്നിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എനിക്ക് അറിയാവുന്ന ആളുകളുടെ പേര് പറഞ്ഞ് അവരുടെ മകളാണ്, മകനാണ്, കസിനാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുകയാണ്. പല ബന്ധങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുക. കാനഡയിലെ കാര്യം നിങ്ങൾക്ക് അറിയാം. കാനഡയില്, ജർമ്മനിയില്, UK ഒക്കെ കുട്ടികൾ പോവാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ കോളേജുകളുടെ പേരുകളൊന്നും പറയുന്നില്ല. നമ്മളൊക്കെ പഠിക്കുമ്പോൾ സയൻസിന് ഡിഗ്രിക്ക് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫ് കിട്ടാൻ ഫസ്റ്റ് കെമിസ്ട്രി, സെക്കൻഡ് ഫിസിക്സ് അല്ലേ. പിന്നെ മാത്സ് ഒക്കെ വളരെ കുറച്ച് സ്ഥലത്തെ അനുഭവം ഉണ്ടായിരുന്നു. പല പ്രധാനപ്പെട്ട കോളേജുകളിലും കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും സീറ്റുകൾ ഒഴിഞ്ഞിടക്കുകയാണ്. നമുക്കറിയാം എന്നെക്കാളും നന്നായിട്ട്. ഞാൻ കോളേജുകളുടെ പേരൊന്നും പറയണ്ട. ഈ അക്കാഡമിക് ഇയർ തന്നെ MSc മാത്സ് നിർത്തലാക്കിയ എത്ര കോളേജുണ്ട് കേരളത്തിൽ. പല പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളിൽ ആളുകളില്ല, ഡിഗ്രി കോഴ്സുകളിൽ കുട്ടികളില്ല. ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ, നമ്മളൊന്നും വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു അത്ഭുതകരമായ, വിസ്മയകരമായ ഒരു മാറ്റം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഹയർ എഡ്യൂക്കേഷനിലെ യൂണിവേഴ്സിറ്റികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പഠനം, ഇതിനെല്ലാം ഒരു സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതെല്ലാത്തിനും, എല്ലാ പുതിയ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഒരു സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും വഴികൾ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടോ? അവരത് എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് അവർ ടെട്രാപ്പിലാണ്. അതിന് ഇങ്ങോട്ട് മടങ്ങി വരണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. കാരണം ഇവിടത്തേക്ക് അത് ബെറ്റർ ആയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ടാവും. പെൻഷനും മറ്റു കാര്യങ്ങളും ആനുകൂല്യങ്ങളും ഇൻഷുറൻസും എല്ലാം കിട്ടും. അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്നുള്ള പൈസ അങ്ങോട്ട് സൈഫൺ ചെയ്യാണ്. 35-40 ലക്ഷം രൂപ വീട് പ്ലഡ് ചെയ്തിട്ടാണ് ആ കാശുമായിട്ടാണ് ഈ കുട്ടികൾ പോകുന്നത്. അത് തിരിച്ചും കൂടെ വരുകയില്ല. അങ്ങനത്തെ ചിലപ്പോൾ വീട് വിറ്റിട്ട് പോകുന്നു, പിന്നെ പാരന്റ്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. കേരളത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്ന റെമിറ്റൻസ് ആണ്. ആ റെമിറ്റൻസ് ഒന്നും ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ പോയിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതൊരു വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് അതിനുള്ള ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ്, ഹയർ എഡ്യൂക്കേഷന്റെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റുക. മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള ധാരാളം കുട്ടികൾ പഠിക്കാൻ വരാനുണ്ടായ സാധ്യതകളാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ച് അത് വലിയ തോതിൽ മെച്ചപ്പെടുത്തിയതുപോലുള്ള ഒരു ശ്രമം പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. ഇവിടെ ഇപ്പോഴും എന്താണ് ശ്രദ്ധ? ഇവിടുത്തെ അറ്റൻഷൻ എന്താണ്? ഇവരുടെ പ്രയോറിറ്റി എന്താണ്? ഇവിടെ സാർ സംസാരിച്ചു. ഇവരുടെ പ്രയോറിറ്റി
ഇഷ്ടക്കാരെ യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്ത് നിയമിക്കുക, ഇഷ്ടക്കാരായ ആളുകളെ വൈസ് ചാൻസലർമാരാക്കുക, PVCമാരാക്കുക, രജിസ്ട്രാർമാരാക്കുക, കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ ആക്കുക. എന്നിട്ട് ഇഷ്ടക്കാരായ ആളുകളെ, ബന്ധുക്കളെ ബാക്ക് ഡോറിലൂടെ അപ്പോയിന്റ്മെന്റ് നടത്തുക അധ്യാപകരെ. ഇതല്ലേ നടക്കുന്നത്. ഇതല്ലാതെ വേറെ എന്താ നടക്കുന്നത്? എന്ത് സിൻഡിക്കേറ്റ് യോഗങ്ങൾ കൂടിയാൽ അല്ലെങ്കിൽ അക്കാഡമിക് കൗൺസിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് ഗൗരവതരമായ വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച ഏത് വിഷയമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്? ഒരു വിഷയമില്ല. വിഷയം മുഴുവൻ ഇതാണ്. ഇത് ബാക്ക് ഡോർ അപ്പോയിന്റ്മെന്റ്സ് ആണ്. സ്റ്റാഫാണ്. ഇപ്പൊ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരാളെ സ്റ്റുഡന്റ് ഡീനായി നിയമിച്ചിരിക്കുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വയലേഷൻ ഓഫ് ദ റൂൾസ് ആണ്. വളരെ വ്യക്തമായിട്ട് അറിയാം എല്ലാവർക്കും. കൃത്യമായി വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇഷ്ടക്കാർക്ക് കോഴ്സ് കിട്ടുന്നതിന്, കോഴ്സ് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി റൂൾസ് മാനിപ്പുലേറ്റ് ചെയ്യുക, അതിനെ തെറ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക, എന്നിട്ട് സിൻഡിക്കേറ്റ് അംഗീകാരം കൊടുക്കുക, എന്നിട്ട് തോന്നിയതുപോലെ ചെയ്യുക. മാത്രമല്ല ഈ ഡിഗ്രി എന്തോരം പേരാണ് വ്യാജ ഡിഗ്രി കരസ്ഥമാക്കിയത്. SFIക്കാരുടെ ഒരു വലിയ നിര വന്ന് പുറത്തേക്ക് വന്ന് ഇവന്മാരുടെ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കായംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി SFIയുടെ അവൻ BCom പാസ്സാവാതെ MComന് ചേർന്നു. വലിയ വാർത്തയായി. അവസാനം നിർബന്ധം കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. അവൻ നമ്മളെ ചിരിപ്പിച്ചു. അവൻ പറയാണ്, ഞാൻ സത്യമായിട്ടും ഇത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് 2 ലക്ഷം രൂപ കൊടുത്ത് ഈ സർട്ടിഫിക്കറ്റ് മേടിച്ചത്. എങ്ങനെയുണ്ട്? ഒറിജിനൽ അംഗീകാരത്തിൽ 2 ലക്ഷം കൊടുത്ത് മേടിച്ചാണ് കേരളത്തിലെ സ്ഥിതി. അപ്പൊ ഇവന് ഈ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുത്ത ഏരിയ പ്രസിഡന്റ് SFI അവനാണെങ്കിൽ മാലദ്വീപിലേക്ക് പോയിരിക്കുക പിള്ളേരെ പഠിപ്പിക്കാൻ. ആ പിള്ളേരുടെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ എനിക്ക് അതിനേക്കാൾ സങ്കടം. പാവങ്ങളാണ് ഈ മാലദ്വീപിലുള്ളത്. ഇവൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ അതിനേക്കാൾ വലിയ തമാശക്കാരൻ. അവൻ പറയുകയാണ്, ശരിക്കും ഞാൻ ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ടാണ് എറണാകുളത്തെ ഏജൻസിക്ക് 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത് മേടിച്ചു കൊടുത്തത്. അപ്പൊ ഇപ്പൊ എറണാകുളത്തെ ഏജൻസിയാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇപ്പം പറയുക SFIയുടെ ഏരിയ പ്രസിഡന്റ് ശരിക്കും ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ടാണ് എറണാകുളത്തെ ഏജൻസിക്ക് 2 ലക്ഷം രൂപ മേടിച്ചത്. അപ്പൊ എറണാകുളത്തെ ഏജൻസിക്കാരൻ അതിലും വലിയ തമാശ. അവൻ പറയാണ്, ഏരിയ പ്രസിഡന്റാണ് ഏരിയ സെക്രട്ടറിക്ക് വേണ്ടി സംഘടിപ്പിച്ചു കൊടുക്കുക. എന്റെ അടുത്ത് വന്നു. അവൻ ഏരിയ സെക്രട്ടറി 2 ലക്ഷം മേടിച്ചിട്ട് എനിക്ക് 1.20 തന്നെ 80 രൂപ അടിച്ചു മാറ്റി. എങ്ങനെയുണ്ട്? ചിരിച്ചിരിച്ച് നമ്മൾ മറന്നു പോലെ. ഒരാള് മഹാരാജാസിൽ പഠിപ്പിച്ചു, ഗസ്റ്റ് ലെക്ചർ ആയിരുന്നു എന്നുള്ള വ്യാജരേഖ ഹാജരാക്കി വേറെ കോളേജിൽ പോയി. ആ പ്രിൻസിപ്പല് അത് വൃത്തിയായിട്ട് പിടിച്ചു. ഇതുവരെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. 6 മാസം കഴിഞ്ഞു. ഒരു പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ എത്ര പേരാണ് ഇവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടുന്നുണ്ട് ഡോക്ടറേറ്റ് കിട്ടിയത്? അയ്യോ, അവന്റെ ഡോക്ടറേറ്റ് ഭയങ്കര. അത് ആദ്യം ഒരുത്തൻ ബാംഗ്ലൂരിൽ ഒരുത്തൻ വേറൊരുത്തന്റെ കോപ്പി വെച്ചു. മൈസൂർ യൂണിവേഴ്സിറ്റി. ഇയാൾ മൈസൂർ യൂണിവേഴ്സിറ്റിക്കാരന്റെ കോപ്പി വെച്ചു. ഞാൻ പറഞ്ഞു, കോപ്പി അടിക്കുമ്പോ ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് എങ്കിലും കറക്റ്റ് ചെയ്യണ്ടേ? മറ്റതിലുള്ള ഗ്രാമാറ്റിക് മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. മറ്റേ തീസിസിൽ കോപ്പി അടിക്കുമ്പോൾ അതൊന്നും കറക്റ്റ് ചെയ്തിട്ട് എഴുതണ്ടേ? അതിന് പോലും ക്ഷമയില്ലാതെ അങ്ങനെ തന്നെ കോപ്പി അടിച്ചു. അങ്ങനെ തന്നെ കോപ്പി അടിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുക ആണ് കംപ്ലീറ്റ്. ഇപ്പൊ ഇത് പിടിക്കാനുള്ള സോഫ്റ്റ്വെയറും സംവിധാനങ്ങളില്ലേ? കോപ്പി അടിച്ച് കഴിഞ്ഞാൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആര് വേണമെങ്കിലും പരിശോധിക്കുന്നത് കിട്ടും. നമുക്ക് പരിശോധിച്ച് പിടിക്കാം. എനിക്കറിയാം പരിശോധിച്ച് പിടിക്കാം. അല്ല, അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. നിങ്ങൾക്കും ഞാൻ മനസ്സിലാവും. കോപ്പി അടിച്ചിട്ടുണ്ടാകുന്ന ചക്കെന്ന് മനസ്സിലാവും. ഇത് മൊത്തം കോപ്പി. ഇത് മുഴുവൻ അതേപോലെ തന്നെ. അതിലെ ഗ്രാമാറ്റിക് മിസ്റ്റേക്കും അതിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഒക്കെ അതേപോലെ തന്നെ പറഞ്ഞു. അതിന് പോലുള്ള സമയം കിട്ടിയില്ല. അത് പാർട്ടി ഡോക്ടറേറ്റ് മേടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ ക്രെഡിബിലിറ്റി ലോസ് ആണ് നമുക്കുണ്ടായിരിക്കും. ക്രെഡിബിലിറ്റി ലോസ് അല്ലെ? അല്ലാതെ പഠിച്ചു വന്ന ആളുകൾ 100% ആളുകൾ അല്ലാതെ പഠിച്ചു വന്ന് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും വന്ന കുട്ടികളല്ലേ? കുട്ടികളും അധ്യാപകരായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ വന്ന ആളുകളല്ലേ? അവരുടെ പോലും ക്രെഡിബിലിറ്റി തകർത്ത് കളയുന്ന രീതിയിൽ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇത്രയും വഷളാക്കി. ഇപ്പോ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ആണ്. എന്താണ് യൂണിവേഴ്സിറ്റി എന്ന് ആർക്കറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞു, ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇവര് കൊടുത്ത ഡോക്ടർ ഷിനോയ്ക്ക് കൊടുത്ത കേസില് നമ്മളത് തുടക്കത്തിലേ പറഞ്ഞു. അന്ന് ഇവർ രണ്ടുപേരും ഒക്കെ ചങ്ങായിമാരെ, ഗവർണറും മുഖ്യമന്ത്രി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വഴിവിട്ട ഏർപ്പാടുകൾ ചെയ്തു. ഇപ്പൊ വിളിച്ച ഒക്കെ കഴിയുകയാണ്. ഗവർണർ സെനറ്റിലേക്ക് സംഘപരിവാറിനായിട്ട് നോമിനേറ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഗവർണർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഗവർണറുടെ സ്റ്റാഫിൽ ഒരാളുണ്ട്,
തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവ്. അയാളെ ഗവർണറുടെ സ്റ്റാഫിലേക്ക് അപ്പോയിന്റ് ചെയ്ത് കൊടുത്താലറിയാം മുഖ്യമന്ത്രി. ഞാനൊന്ന് പറഞ്ഞാൽ ചെയ്യരുത്. അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവിനെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ഈ ഗവർണറുടെ സ്റ്റാഫിൽ വെക്കരുത്. ഇപ്പൊ അയാൾ അവിടെ ഇരുന്നിട്ടാണ് എല്ലാ സംഘപരിവാറുകാരുടെ പേര് കണക്ട് ചെയ്ത് ഗവർണറെ കൊണ്ട് അടിയിൽ ഒപ്പിടിപ്പിച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഭയങ്കര സമരം, ഇപ്പൊ അതിനെതിരായിട്ട് ഭയങ്കര സമരം. എന്ത് വിശ്വാസതയാണ് ഇവർക്കുള്ളത്? അന്ന് അതിന് പകരമായിട്ട് മുഖ്യമന്ത്രിയാണെങ്കിൽ നല്ല ചെയ്ത ഗവർണർ, മുഖ്യമന്ത്രി നേരെ ഗവർണറുടെ വീട്ടിലേക്ക് എന്നിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്റെ ജില്ലയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്, ആളെ ഒന്ന് റീഅപ്പോയിന്റ് ചെയ്ത്. അപ്പൊ ഗവർണർ പറഞ്ഞു ഓൾറെഡി സെലക്ഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തൊന്നും ചെയ്യാൻ പറ്റും, അതെന്തായാലും ചെയ്തേ പറ്റുമോ. അപ്പൊ ഇവര് തമ്മിൽ ഈ ഏർപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മധുരപലഹാരം കൊടുത്തയക്കും, സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആണ്. ദൂരെ നിന്ന് ഗവർണർ വന്ന് ഇങ്ങോട്ട് കൊടുത്തുവിടും, ഇദ്ദേഹം വിദേശത്ത് പോയിട്ട് വരുമ്പോൾ അങ്ങോട്ട് കൊടുത്തുവിടും. ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരും തന്നെ. അപ്പൊ പുള്ളിക്ക് വിഷമമായി. മുഖ്യമന്ത്രി ഇങ്ങനെ നെഞ്ചിപ്പറ്റി പറയുകയാണ്. അപ്പൊ ഉടനെ തന്നെ അതിന് അന്തരീക്ഷം ഒരുക്കാൻ വേണ്ടി പ്രോ ചാൻസലർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു കത്തെഴുതുന്നു. ഈ സെലക്ഷൻ പ്രൊസീജിയർ മുഴുവൻ റദ്ദാക്കി. ആദ്യ ഡയറക്ടറാണ്. അപ്പൊ തന്നെ അദ്ദേഹം സെലക്ഷൻ പ്രൊസീജിയർ മുഴുവൻ റദ്ദാക്കി. രണ്ടാമതൊരു കത്ത് ഇപ്പോൾ VC റീഅപ്പോയിന്റ് ചെയ്യണം. രണ്ടാമത്തെ റീഅപ്പോയിന്റ് ചെയ്തു. അപ്പൊ ഞങ്ങളന്ന് പറഞ്ഞു, നമ്മളത് കൃത്യമായി പറഞ്ഞു, ഗവർണർ ചെയ്തത് തെറ്റാണ്, വിദ്യാഭ്യാസ മന്ത്രി ചെയ്തത് തെറ്റാണ്, ഗവൺമെന്റ് ചെയ്തത് തെറ്റാണ്. Pro Chancellor doesn't have any power to intervene in the selection procedure of the Vice Chancellor. ഒരു തരത്തിലുമില്ല. എവിടെയാണ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടിലെ പ്രോ ചാൻസലറുടെ പവേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ സെലക്ഷൻ പ്രോസസ്സിൽ പ്രോ ചാൻസലർക്ക് ഒരു കാരണവശാലും ഇടപെടാൻ പറ്റില്ല. വിദ്യാഭ്യാസ മന്ത്രിക്ക് കൃത്യമാണ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട്. ഞങ്ങളെല്ലാം ഞാൻ 23 വർഷമായി നിയമസഭയിരിക്കുന്നത്. എത്രയോ ഈ യൂണിവേഴ്സിറ്റി അമെൻമെന്റുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് ഞങ്ങളെല്ലാം. ഞാൻ എല്ലാ യൂണിവേഴ്സിറ്റി ബില്ലുകളിലും പങ്കെടുത്ത് സംസാരിച്ചിട്ടുള്ള ആളാണ്. കഴിഞ്ഞ കാലഘട്ടത്തിനിടയിൽ സഭയിൽ വന്ന എല്ലാ യൂണിവേഴ്സിറ്റിയുടെ അമെൻമെന്റ് ചെയ്യുമ്പോഴും പുതിയ യൂണിവേഴ്സിറ്റികളുടെ പുതിയ സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇടപെടുന്നതല്ലേ. അവിടെ നമുക്കറിയില്ല പ്രോ ചാൻസലർക്ക് എന്ത് പോകാനുണ്ടെന്ന്. UGC റെഗുലേഷൻസ് വളരെ ക്ലിയർ ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇവര് നിയമവിരുദ്ധമായ കാര്യം ഗവർണറോട് പറഞ്ഞു, ഗവർണർ നിയമവിരുദ്ധമായ കാര്യം ചെയ്യും. രണ്ടുപേരും നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചതെന്ന് നമ്മളന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അത് തന്നെയല്ലേ ഇവര് കൊടുത്ത കേസിൽ സുപ്രീം കോടതി വിധി 1, 2, 3, 4. ചാൻസലർ ചെയ്തത് തെറ്റാണ്, നിയമവിരുദ്ധമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് നിയമവിരുദ്ധമായതെന്നാണ് കോടതി പറഞ്ഞത്. എന്തുകൊണ്ട് നിയമവിരുദ്ധമായി? പ്രോ ചാൻസലർ എഴുതിയ 2 കത്തുകളാണ് ആ റീഅപ്പോയിന്റ്മെന്റിനെ നിയമവിരുദ്ധമാക്കി മാറ്റിയത്. നമ്മൾ പറഞ്ഞ പോയിന്റ്, അധികാരമില്ലാത്ത കാര്യത്തിൽ സെലക്ഷൻ പ്രോസസ് റദ്ദ് ചെയ്യാൻ പറയാൻ എന്താ അധികാരം? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക്. രണ്ടാമത് റീഅപ്പോയിന്റ്മെന്റ് നടത്തണം എന്ന് പറയാനുള്ള അധികാരം അവർക്കില്ല. അവരുടെ ഇടപെടലും അവരുടെ ഇന്റർവെൻഷൻ, അതാണ് അൺവാറന്റഡ് ഇന്റർവെൻഷൻ ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ദ പ്രോ ചാൻസലർ എന്ന് പറയുന്നത്. ആ ഇടപെട്ടതാണ് ഇത് ഇല്ലീഗലാക്കി, ഈ പ്രോസസ്സിനെ ഇല്ലീഗലാക്കി. അതുകൊണ്ടാണ് ഇത് റദ്ദാക്കിയതെന്നാണ് പറയുന്നത് കൃത്യമായിട്ട്. അപ്പൊ ചെയ്തെന്താ അറിയോ? ഇയാളെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യവും ചെയ്യിപ്പിച്ചു. ഗവർണറെ കൊണ്ട് വീട്ടിൽ പോയി കാൽ പിടിച്ച് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവസാനം അയാളെ വെള്ളത്തിലായപ്പോ പറയാം അയാളാണ് രാജിവെച്ച് പുറത്തുകൊണ്ട്. ഇവരെന്ത് ചതിയന്മാരാന്ന് കൂടി ആലോചിച്ചോളൂ. അയാൾക്കത് വേണം, ഗവർണർക്കത് വേണം. ഇവര് വേണ്ടാന്നൊക്കെ പറയുമ്പോ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ എന്തായാലും ഒരു മര്യാദ വേണ്ടേ? ഇവരെ കൊണ്ട് എല്ലാ പണിയും അയാളെ കൊണ്ട് ചെയ്യിച്ചിട്ട് അവസാനം പറയാണ് അയാളാണ് മുഴുവൻ കുഴപ്പക്കാരൻ, അയാളാണ് ഇത് ഈ അപ്പോയിന്റ്മെന്റ് അതോറിറ്റി. വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് എനിക്കൊരു അതോറിറ്റി ഇല്ല. മുഖ്യമന്ത്രിയാണ് ഇത് അറിഞ്ഞിട്ട് പോലുമില്ല, പുള്ളി ഇത് കേട്ടിട്ട് പോലുമില്ല. അവിടെ പോയി കാലുപിടിച്ചൊക്കെ മറന്നുപോയി. എന്നിട്ട് പെട്ടുപോയ അയാൾക്കെതിരായിട്ട് പറയുക ഇതൊരു ചതിയന്മാരാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമുക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യം മുതലേ ഞങ്ങൾ അറിയാം, ഞങ്ങളിത് ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകളാണ്. ഇത് തന്നെയല്ലേ നടക്കുന്നത് കേരളത്തിൽ എല്ലാ രംഗത്തും നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാശ് തരുന്നുണ്ട്, എവിടെ നിന്ന് കാശ് തരാണ്? ഖജനാവിന് പറ്റി പറ്റി കിടക്കുകയാണ്. ആരില്ലാത്തടത്താണ് പറ്റി പറ്റി കിടക്കുന്നത്. ലിറ്ററലി വെറുതെ പറയല്ല, എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, ശരിക്കും പറ്റി പറ്റി കിടക്കുക. കാരണം ഈ ഇപ്പോഴത്തെ ഒരു സാധനം ഉണ്ടല്ല, ഈ അശ്ലീല നാടകം കേരള സദസ്, അത് തുടങ്ങുന്നതിന് മുമ്പ് 5 ലക്ഷം രൂപയെ കൂടുതലുള്ള ചെക്ക് മാറില്ല.
ഇപ്പൊ ഇതിന്റെ ഇടയിൽ ധനകാര്യ മന്ത്രി വിളിച്ചു പറഞ്ഞു 1 ലക്ഷം രൂപയ്ക്കുള്ള ചെക്ക് മാറില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും 1 ലക്ഷത്തിൽ താഴെയുള്ള ചെക്ക് മാറും, അത് മേടിച്ചു വയ്ക്കും, പിന്നെ തരാന്ന് വരും. അതായത് ട്രഷറി കൂട്ടി താഴ്ത്തു, ട്രഷറി കൂട്ടി താഴ്ത്തിട്ടാണ് ഈ ധനകാര്യ മന്ത്രി ടൂർ പോയിരിക്കുന്നത്. അവിടെ എങ്ങോല്ല, ഒരു ഇതുമില്ല, 5 നയാ പൈസ ഇല്ല ഗവൺമെന്റിൽ നിന്ന്, ഒരു പൈസയില്ല. എന്നിട്ട് ചുമ്മാ പറയാണ്. ഞാൻ അതിന്റെ സീക്വൻസ് പറയുന്നില്ല, എവിടെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഏത് അറ്റം വരെ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ടെൻഷൻ വേണം. അരിയസിൽ കുറെ കിട്ടാൻ ഞാൻ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ അടുത്ത കാലത്തേക്ക് ഇത് കിട്ടാൻ സാധ്യതയില്ല എന്ന് വെള്ള വിഷമത്തോടു കൂടി ക്യാമ്പയിൻ നിങ്ങൾ പിരിഞ്ഞുകൊണ്ടില്ല. അതാണ് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോയില്ല. അതിലേക്കാണ് പോകുന്നത്. കേരളം ഇതുവരെ കാണാത്ത അപകടകരമായ ഫിസ്ക്കൽ ക്രൈസിസ് ആണ്. അപകടകരമായ ഇത് നമ്മൾ എന്താ പറഞ്ഞത് 2020 പ്രതിപക്ഷം ഒരു വൈറ്റ് പേപ്പർ ഇറക്കി. അന്ന് ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ കൺവീനറായിട്ടുള്ള കമ്മിറ്റിയാണ് ഇറക്കി. ഞങ്ങൾ പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വരാൻ പോകുന്ന സംഭവം. നിങ്ങൾ അതൊക്കെ വായിച്ചു. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരെണ്ണം കൂടിയാണ് CPO കൺവീനറായിട്ട് ഞങ്ങളെല്ലാം കൂടി ഒരെണ്ണം ഒരു ഇറക്കി. അതിൻ്റെ അകത്ത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തം. എന്നിട്ടിപ്പോ ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഈ മന്ത്രിമാരെയും കൊണ്ട് 44 ദിവസം തിരുവനന്തപുരത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയില്ല, മന്ത്രിമാരുമില്ല. ഒരു ഓഫീസിൽ നിന്ന് ഒരാൾ 5 ദിവസം മാറി നിന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഉദ്യോഗസ്ഥന്മാരൊക്കെ ടൂർ പോയി. ഞാനിപ്പോ ഒരാളെ വിളിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, സാറേ അവിടെ നിന്നൊരു കാര്യം നടക്കണം, ഞാൻ മൂന്നാറിലാണ്. അപ്പൊ ചോദിച്ചാൽ അടുത്ത ആഴ്ച വരും. അടുത്ത ആഴ്ച കാണാൻ സാധിക്കും. അടുത്ത ആഴ്ച ഞാൻ വിളിച്ചു, എനിക്കൊരു ആവശ്യമുണ്ട്. അയ്യോ സാറേ ഞാൻ ദുബായിലാണ് എന്ന് പറഞ്ഞു. അതെന്താ? അവിടെ വന്നിട്ട് എന്താ കാര്യം? ഞാൻ ഫാമിലിയെ കിട്ടി ഇങ്ങോട്ട് പോകുന്നു. ഒരു മനുഷ്യനും ഇല്ല അവിടെ. ഇപ്പൊ വലിയ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ് അല്ലെ? സന്യൂസിക്ക് അവാർഡ് കൊടുത്തു. ആ വിദ്യാഭ്യാസ മന്ത്രിക്ക് അതിന്റെ ആ റോഡിൽ കൂടി നടന്നു പോകാൻ പറ്റില്ല. ഇത് ഇവിടെയാണ്, മറ്റേ ടൂറിലാണ്. തിരുവനന്തപുരം സാംസ്കാരിക മന്ത്രിക്ക്, വിദ്യാഭ്യാസ മന്ത്രിയല്ല, സാംസ്കാരിക മന്ത്രിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ശബരിമലയിൽ എല്ലാ കുഴപ്പവും നടന്നത് ദേവസ്വം മന്ത്രി കൂട്ടത്തില്ല. ഇതിന്റെ അകത്ത് നടന്നിട്ട് എന്താ കാര്യം? ആദ്യം പുള്ളി പറഞ്ഞു ഞങ്ങൾ എല്ലാവരുടെ അടുത്തൊന്നും പരാതികൾ വാങ്ങിക്കും, പരാതികൾ സ്വീകരിക്കുമെന്ന്. ഇപ്പൊ പറയണത് പരാതി സ്വീകരിക്കാൻ ആണല്ലോ ഈ പരിപാടി നടക്കുന്നത്. പിന്നെ എന്താണ് എന്ത് പറയാനാണ്? വാട്ട് ഈസ് ഔട്ട്കം? എന്താണ്? 5 മാസം മുമ്പ് എല്ലാ മന്ത്രിമാരും വന്ന് താലൂക്കിലെ അദാലത്തിൽ വന്ന് പരാതി വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. അതെല്ലാം കൂടി ഞങ്ങൾ ചാക്കി കെട്ടി സെക്രട്ടേറിയറ്റിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. എന്നിട്ട് 5 മാസം കഴിയുമ്പോൾ വീണ്ടും പരാതി മേടിക്കാൻ ഇറങ്ങിയിരിക്കുക. എന്താ പരാതി? ഇതൊക്കെ തന്നെ പരാതി. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കിട്ടുന്നില്ല, ഉച്ചകൂടിനുള്ള ഭക്ഷണം കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു ബാക്കിയുണ്ട്. ഈ അധ്യാപകരുടെ സ്ഥിതി അറിയാം. എല്ലാ അധ്യാപകരുടെ സ്വപ്നം എന്താ? സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ദിവസം HM ആവണം ഇല്ലേ? ഹെഡ്മിസ്ട്രസ് അല്ലെങ്കിൽ പാസ്. ഇപ്പൊ കേരളത്തിലെ 100 കണക്കിന് സ്കൂൾ അധ്യാപകർ എഴുതി കൊടുത്തിരിക്കുകയാണ്. ദേവി ഞങ്ങൾ HM ആക്കിയാണ് സ്ഥിതി എന്താണ്? വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പിള്ളേര് പട്ടിണിയാവും. ശമ്പളം മുഴുവൻ ഉച്ചകൂടിന് കൊടുക്കേണ്ടി വരും. 8 കൊല്ലം മുമ്പ് ഫിക്സ് ചെയ്ത റേറ്റ് ആണ്. 300% വില വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ അന്നത്തെക്കാൾ 8 കൊല്ലം മുമ്പ് നീ ആ കുറച്ച പൈസ കൊടുക്കുക. 5 മാസമായി അത് കൊടുത്തിട്ട് ഉച്ചകൂടിന് കുട്ടികൾക്ക് ഉച്ചകൂടിന് ഭക്ഷണം കൊടുക്കാൻ കാശില്ലാത്ത ആളുകളാണ് ഈ നാടകം നടത്തുന്നത്. പിന്നെ ഇതിന് അശ്ലീല നാടകം എന്നല്ലാതെ വേറെ എന്ത് പേരിട്ട് വിളിക്കും? ഒരു ഉച്ചകൂടിന് കൊടുക്കാൻ കാശില്ല. കേരള ഹൗസിൽ കോൺഗ്രസ് കട്ടഞ്ചായ ഡൽഹിയിൽ പാല് വലിക്കാൻ കാശില്ല. നിങ്ങൾ ചിരിക്കേണ്ടത് പറയുന്നത് ശമ്പളം കിട്ടാതാകുമ്പോ ചിരി മാറും. പക്ഷേ അതിലേക്കാണ് പോകുന്നത്. അപകടകരമായ നിലയിലേക്കാണ് ഇത് പോകുന്നത്. ഇപ്പോ സംസ്ഥാന ജീവനക്കാർക്ക് 6 കുടിശ്ശികയും 7ാമത്തെ ആവാൻ വേണ്ടി 21%. നിങ്ങൾക്ക് 29 അല്ലേ? നിങ്ങൾക്ക് 29. കാരണം നിങ്ങളുടെ ലോങ് ടൈം ഇതാണല്ലേ, UGC അല്ലേ? നിങ്ങൾക്ക് 29 ഉണ്ട്. ഈ മറ്റേ പെൻഷൻകാരുണ്ടല്ലോ, സർവീസ് പെൻഷൻകാർ, 1 ലക്ഷം പെൻഷൻകാര് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ മരിച്ചു. 40,000 കോടി രൂപയാണ് സംസ്ഥാന ജീവനക്കാർക്കും മറ്റേ പെൻഷൻകാർക്കും കൂടി ഗവൺമെന്റ് പേ ചെയ്യാനുള്ളത്. എന്നിട്ട് 5,000 കോടിയുടെ 3,000 കോടിയുടെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. 25,000 കോടി നാളെ വെറുതെ കൊടുക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇതിന് രക്ഷപ്പെടില്ല. അതിനേക്കാൾ 40,000 കോടി കടമാണ് ST ബോർഡ്. അതിനെ പേടിക്കണ്ട. എല്ലാ വർഷവും 5 വർഷം ചാർജ് കൂട്ടി
ഈ വർഷവും ചാർജ് കൂട്ടി, അടുത്ത വർഷവും കൂട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് വൈദ്യുതി മന്ത്രി. അത് ചിലപ്പോൾ 6 മാസത്തിനുള്ളിൽ ഒന്നും കൂടി കൂട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഏകദേശം തീരുമാനമായി. KSRTC കാര്യത്തിൽ തീരുമാനമായി ഇല്ലേ? സപ്ലൈക്കോ തീരുമാനമായി. എല്ലാം ഏകദേശം എല്ലാം മാവേലി സ്റ്റോറിലൊന്നും ആരും അതിനെ കൂടി പോകാൻ പോലും ഇല്ല. ഒന്നുമില്ല. അത്ര ദയനീയമായ ഒരു സ്ഥിതിയാണ്. അപ്പൊ എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന അതേ ലാഘവത്വത്തോടു കൂടിയാണ് ഗൗരവപരമായ ഒരു പ്രശ്നം നിലനിൽക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ കൈകാര്യം ചെയ്യുന്നത്. അവരിതൊന്നും അറിഞ്ഞിട്ട് പോലും, അവർക്ക് ഇതൊന്നും അറിയാനും പാടില്ല. അവർക്ക് ആകെ ഇൻട്രസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ സ്വന്തക്കാരെ മോളിൽ നിയമിക്കുക, അധ്യാപകരെ ബാക്ക്ഡോറിൽ കൂടി കൊണ്ടുവരിക, വേണ്ടപ്പെട്ട ആളുകൾക്ക് എന്തെല്ലാം സൗകര്യം ഏതെല്ലാം വളരെ വഴിയിലൂടെ മേടിച്ചു കൊടുക്കണം എന്നാണ്. അപ്പൊ അതിനെതിരായിട്ടുള്ള ശക്തമായ നീക്കമാണ് നമ്മൾ നടത്തുന്നത്. അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം എത്തുകയാണ്. ഇതിന്റെ ഒരു മൊമെന്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ട്രെൻഡ് ഉണ്ട്, അതിന്റെ ഒരു പേസ് വർദ്ധിച്ചാൽ നിങ്ങൾ ആലോചിച്ചോക്കെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ കുറെ കൂട്ടി, എഞ്ചിനീയറിംഗ് കോളേജുകൾ കൂട്ടിക്കൊണ്ടേയിരിക്കുക, എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാ വർഷവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എഡ്യൂക്കേഷൻ സെക്ടറിൽ എന്താണ് നടക്കുന്നത് എന്ന് ഒരു പരിശോധനയും നടക്കാതെ ഉള്ള അപകടകരമായ സ്ഥിതിയാണ്. നിങ്ങളുടെ ക്യാമ്പ് ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കണം. ശമ്പളം കിട്ടാത്തതിന്റെ DA കിട്ടാത്തതിന്റെ ടെൻഷനും മറ്റു കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ അതെല്ലാം പഠിച്ച് ഞങ്ങൾക്കൊക്കെ ഒരു റിപ്പോർട്ട് തന്ന് ഞങ്ങളെല്ലാം ഗൗരവമായി ടേക്കപ്പ് ചെയ്യാം. ഞാൻ നമ്മുടേതായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾ ഈ സെക്ടറിൽ പ്രവർത്തിക്കുന്നവരാണ്. നിന്റെ അപകടത്തിന്റെ തോത് ഞങ്ങളെക്കാൾ നന്നായി അറിയാവുന്ന ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് ഗൗരവമായി എൻ്റെ ഒരു റിക്വസ്റ്റ്, നല്ല ഒരു ടീമിനെ വെച്ച്, നല്ല ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് ഈ ബ്രെയിൻ ഡ്രെയിനിന്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ കുറയുന്നത്, എന്താണ് അപകടകരമായ രീതിയിലേക്ക് ഈ കോഴ്സുകൾ ആളില്ലാതെ മാറുന്നത് എന്ന് വിവിധ കോളേജുകളിൽ നിന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സും മറ്റു കാര്യങ്ങളും നിങ്ങൾ ഈസിയായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് ഒരു 2 മാസത്തിനും തയ്യാറാക്കി തരാൻ ഒരു കമ്മിറ്റിയെ കൂടി വെക്കണം എന്നൊരു നിർദ്ദേശം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. നിങ്ങളത് തന്നാൽ അത് നമ്മൾ പരിശോധിച്ച് വേണ്ട രീതിയിൽ നമുക്ക് കൊണ്ടുവരും. ഞങ്ങളെ അത് ടെക്നിക്കലായി സാങ്കേതികമായി ഞങ്ങളെ സഹായിക്കുന്നത് നിങ്ങളാണ്. ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മുഴുവൻ ഡാറ്റയെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിചാരം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നതിലൂടെ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഈ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തായിരുന്നു.